നമസ്കാരം. സന്യാസിമാർ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലുള്ള സന്യാസിമാർ, അവർക്ക് ഇതര മതത്തിലുള്ള ആളുകളെയും അവരുടെ ആചാര്യന്മാരെയും അവഹേളിക്കുക അതിവരുടെ ഒരു ഹോബിയാണ്. അതിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് യതി നരസിംഹാനന്ദ. 2 ദിവസം മുൻപ് പ്രവാചകനെക്കുറിച്ച് വളരെയധികം തരം താന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പരാമർശങ്ങൾ നടത്തി. അതിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തർപ്രദേശിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ബീഹാറിലുമെല്ലാം ജനങ്ങൾ പുറത്തേക്ക് ഇളകി. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളടക്കം എല്ലാവരും. ഏതായാലും പ്രശ്നം രൂക്ഷമായ സമയത്ത് ഇയാളെ ഉത്തർപ്രദേശ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വലിയ കാര്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള, പ്രശസ്തി എന്ന് പറയുമ്പോൾ കുപ്രശസ്തി, യതി നരസിംഹാനന്ദ. അയാള് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ 5-10 വർഷമായിട്ട് അയാൾ ഏത് സമയത്തും ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ പ്രവാചകനായിരിക്കുന്ന, ലോകത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെയാണ്. ഒരുപാട് തരം താന്ന വാക്കുകളിലൂടെ നബി തിരുമേനിയെ അവഹേളിക്കുന്നത് അദ്ദേഹം ഒരു ഹോബിയായിട്ട് എടുത്തിരിക്കുകയാണ്. സാഹചര്യം അയാൾക്ക് അനുകൂലമാണ്. കാരണം ഭരിക്കുന്നത് സംഘപരിവാറാണ്. അവരെഴുതി വെച്ചിട്ടുള്ള ചില പ്രോഗ്രാംസ്, നയം, അതിൽപ്പെട്ട ഒന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു മുസ്ലിങ്ങളാണ് എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ എന്തുമാകാം എന്നുള്ള രീതിയിൽ പുറപ്പെട്ട കുറെ സന്യാസിമാരിൽ മുൻപനാണ് നരസിംഹാനന്ദ. ഏതായാലും പ്രശ്നം രൂക്ഷമായ സമയത്ത്, ഇതിനു മുമ്പ് ഹരിദ്വാറിൽ സൻസദ് നടക്കുന്ന സമയത്ത്, സമ്മേളനം നടക്കുന്ന സമയത്തും ഇയാൾ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുമ്പിലിരിക്കുന്ന ആളുകളെ മതവിദ്വേഷം പറഞ്ഞ് മതസ്പർദ്ധ പടർത്തി ആന്തരഹരിയിൽ ആറാടിക്കുക, അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ വലിയ രൂപത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. ആയതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് പോലീസ് നിർബന്ധിതരായി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ. ഗാസിയാബാദ്, ബുലന്ദ് ഷഹർ, ഇവിടേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, ഹിന്ദുക്കളും. കാരണം ഒരു ലഹള പൊട്ടിപ്പുറപ്പെടുമ്പോൾ, കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് ബാധിക്കുന്ന മുസ്ലിങ്ങളെ മാത്രമല്ല. ഉടനെ തന്നെ ഒരു കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു എന്ന് അറിയുമ്പോഴേക്കും ഇവിടെ നിശ്ചലമാകുകയാണ്. കടകളില്ല, ഓഫീസുകളില്ല. ഇത് നിരന്തരം ആവർത്തിക്കുകയാണ്. ആർക്കു വേണ്ടി എന്നൊരു ചോദ്യമാണ് ഇവിടെ ഹിന്ദുക്കൾ തന്നെ ചോദിക്കുന്നത്. ഏതായാലും തുടക്കം ഗാസിയാബാദിലും ബുലന്ദ് ഷഹറിലുമായിരുന്നെങ്കിൽ പോലും പിന്നീടത് വ്യാപന സ്വഭാവം ഉൾക്കൊള്ളുകയായിരുന്നു. അവിടെ കൂടിയ ജനക്കൂട്ടം ഈ നരസിംഹാനന്ദക്കെതിരെയും അതോടൊപ്പം തന്നെ സർവ ആചാര്യ പ്രമുഖന്മാർക്ക് എതിരെയും മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. അവിടെ ഒരു ക്ഷേത്രത്തിലൊരു പൂജാരി കൂടിയാണ്, ദസന ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ഇയാൾ. പ്രശ്നം
രൂക്ഷമാകുന്നു എന്ന് കണ്ട സമയത്ത് ക്ഷേത്രത്തിനകത്തേക്ക് ഒളിച്ചു കയറിയ പൂജാരിയെ അകത്ത് കയറി പുറത്തേക്ക് ഇറക്കി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ പ്രശ്നം തെലങ്കാനയിലേക്ക് പടർന്നു, രാജസ്ഥാനിലേക്ക്, ബീഹാറിലേക്ക്, ഒറീസയിലേക്ക്. തെലങ്കാനയിലെ ഹൈദരാബാദ്, നമ്പള്ളി, ഫലക്നുമ, ഹുസൈനിയലം, മടന്നപേട്ട്, തപ്പച്ചപുത്ര തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളാണ്. അവിടെയാണ് ഇയാൾക്കെതിരെ കേസ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ സിഹാനി ഗേറ്റ് പോലീസും കേസെടുത്തിരിക്കുന്നു. ഓൾ ഇന്ത്യ സൂഫി സജ്ജദനഷിൻ കൗൺസിലിന്റെ AISSC പരാതിയിന്മേൽ രാജസ്ഥാനിലെ അജ്മീർ പോലീസും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അതിന്റെ പേരിൽ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇതെല്ലാം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു മനോഭാവം അയാൾ ഉണർന്നു വരുന്നത്. നരസിംഹാനന്ദയുടെ പരാമർശത്തിൽ ഹൈദരാബാദിലും വലിയ പ്രതിഷേധം, മഹാരാഷ്ട്രയിൽ അവിടെയും പടർന്നു കയറി. അമരാവതിയിൽ വെള്ളിയാഴ്ച രാത്രിയുണ്ടായ പ്രതിഷേധം വളരെ വലിയ അവസ്ഥയിലേക്ക് എത്തി. 21 പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു, 10ഓളം പോലീസ് വാഹനങ്ങൾ തീയിട്ട് തകർത്തു. സംഭവത്തിന് 1200 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 29 ദസ്ന ക്ഷേത്രത്തിൽ, ഇയാളുടെ സ്വന്തം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു വിദ്വേഷ പരാമർശനം. ദസറ ദിവസങ്ങളിൽ കോലം കത്തിക്കുകയാണെങ്കിൽ മുഹമ്മദ് നബിയുടെ കോലം കത്തിക്കണമെന്ന് ഈ നരസിംഹാനന്ദ യതി ആഹ്വാനം ചെയ്തു. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുകയും ചെയ്തു. അതിന്റെ പിന്നിലാണ് വലിയ രൂപത്തിൽ ഈ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇയാൾ ഇതിനു മുൻപ് ഹരിദ്വാറിലും ഗംഗയുടെ തീരത്തും മറ്റു പലയിടങ്ങളിലും പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രവാചകനായിട്ടുള്ള നബി തിരുമേനിയെ മാത്രമല്ല, വിശുദ്ധ ഖുർആനെയും അവഹേളിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 പേജ് വായിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ 2 അധ്യായം വായിക്കുമ്പോഴേക്കും നിങ്ങളതവിടെ വയ്ക്കും. കാരണം അതിനകത്ത് അസഭ്യ വർഷമാണ്, വൃത്തികേടുകളാണ്. നിങ്ങൾക്കൊരിക്കലും മനസ്സടക്കമുണ്ടാകില്ല, നിങ്ങൾക്കൊരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ അതിൽ ഹുറയെ വിളിക്കുകയും ചെയ്യും. അവരൊരു പക്ഷേ ഈ ഖുർആൻ എന്നുള്ള പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. ഞാൻ ആവശ്യത്തിന് വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. 10ാം ക്ലാസ്സിൽ 3 വർഷം തോറ്റു, പഠനം നിർത്തി. എങ്കിലും 10ാം ക്ലാസ് വരെ എത്തിച്ചല്ലോ, അതിനുള്ള ബുദ്ധി എനിക്കുണ്ട്. ആ ബുദ്ധി വെച്ചുകൊണ്ട് ഞാനും ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ വായിക്കുകയുണ്ടായി, അനുബന്ധ ഗ്രന്ഥങ്ങളും വായിക്കുകയുണ്ടായി. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിൽ മുഷിപ്പ് തോന്നുകയാണെങ്കിൽ ഇത് യൂട്യൂബാണല്ലോ, നിങ്ങൾക്കത് കട്ട് ചെയ്ത് പോകാം. എങ്കിലും കാണിക്കാതിരിക്കാൻ പറ്റില്ല. മരുന്നിന് പോലും അസഭ്യം ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല. ഞാൻ അടക്കി വെച്ച പുസ്തകങ്ങളിൽ അതുകൊണ്ട് ഓരോന്നോരോന്നെടുത്ത് കാണിച്ചു തരാം. സർവത്ത് സൗലത്ത് എഴുതിയ ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം, ഇത് 2ാം ഭാഗമാണ് കേട്ടോ. ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം ഭാഗം 3 സർവത്ത് സൗലത്ത് എഴുതിയതാണ്. അതിന്റെ തന്നെ ഭാഗം 4 ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ ടി മുഹമ്മദ് എഴുതിയതാണ്. ഇതിനും ഖുർആനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശങ്ങൾ ഇതിനകത്തുമുണ്ട്. ഇതിനൊന്നും മരുന്നിന് പോലും ഞാൻ അസഭ്യം കണ്ടിട്ടില്ല. അബ്ദുൽ മജീദ് വാരണാക്കര നബിയുടെ ചരിത്രം എഴുതിയിട്ടുള്ളത്.
ഫാറൂഖ് ഉമർ ഖലീഫയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ചരിത്രമാണ്. ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം സർവ്വസൗലത്ത് 2, 3, 4 ഭാഗങ്ങൾ കാണിച്ചു. ഇത് 1ാമത്തെ ഭാഗം. ഇതെല്ലാം ഇവിടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുകയല്ല, വായിക്കാനാണ്. വായിക്കും, ഞാൻ വായിക്കാറുണ്ട്. സംവാദത്തിന്റെ സംസ്കാരം നസ്രുദ്ദീൻ വാഴക്കാട് എഴുതിയതാണ്. ഇതെല്ലാം ഞാൻ വായിക്കുന്ന സമയത്ത്, വാങ്ങിക്കുന്ന സമയത്ത് ഒരാവർത്തി ഞാനിത് വായിക്കും. എന്നിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട എനിക്ക് ആവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങൾ ഞാനൊരു പേജിൽ എഴുതി വയ്ക്കും. ആയതുകൊണ്ട് തന്നെ ഒരു വരിയും വിടാതെ വിരൽ വെച്ചുകൊണ്ടാണ് ഞാൻ വായിക്കുക. ഒരു വരിയും വിടില്ല, അങ്ങനെയാണ് വായിച്ചു പോവുകയല്ല ചെയ്യുക. എന്നിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സഭയ്ക്ക് കൊള്ളാത്ത കാര്യങ്ങൾ ഇതിനകത്ത്. എൻ്റെ ഇസ്ലാം അനുഭവങ്ങൾ E.C. സൈമൺ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എഴുതിയതാണ്. ബിലാലിനെ കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, അദ്ദേഹം വളരെയധികം ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇസ്ലാമിൻ്റെ ചരിത്രം, ഖുറാൻ അതെല്ലാം എഴുതുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ബൈബിളും ഖുറാനും E.C. സൈമൺ മാസ്റ്റർ എഴുതിയത്. ഗാന്ധിയും മുസ്ലിങ്ങളും അറബ് ലോകവും അബ്ദുൽ നബി അശു അല. എന്നാണ് എഴുതിയ ആള്. ഖുറാൻ സാരം, ഇതാണ് പ്രവാചകൻ E.K.M. പന്നൂർ. ഖുറാൻ ഭാഷ്യം അബ്ദുൾ അല മൗദൂദി എഴുതിയതാണ്. പ്രിയപ്പെട്ട നബി അർഷദ് മുഹമ്മദ് നദ്വി, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. പരലോകം ഖുറാനിൽ K.C. അബ്ദുള്ള മൗലവി. ഹൈക്കൽ മുഹമ്മദ്, ഇതൊരു ഈജിപ്ഷ്യൻ പണ്ഡിതനാണ്. ഹൈക്കൽ എന്നാണ് പേര്. അദ്ദേഹം മുഹമ്മദ് എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്ന ഗ്രന്ഥമാണ്. അത് വളരെ അതീവ ലളിതമാണ്. മാത്രമല്ല, എന്തെങ്കിലും വാക്കുകളിലൂടെ എനിക്കേറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പുറത്ത് അകലെ നിൽക്കുന്ന ഒരാൾ മറ്റൊരാളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ പറ്റിയ കാര്യങ്ങൾ അതേപോലെ എഴുതി വച്ചിരിക്കുന്നു. പക്ഷെ എനിക്ക് പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ചില അടുപ്പങ്ങളുണ്ട്. എൻ്റെ മകനെക്കുറിച്ച്, എൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ നല്ലത് പറയും, ചീത്തയുണ്ടെങ്കിലും. പക്ഷെ ഇതങ്ങനെയല്ല, അദ്ദേഹം വേറൊരാളെ നോക്കിക്കാണുന്ന പോലെ. അതുകൊണ്ടാണ് പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് മുഹമ്മദ് എന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അത് വളരെ വലിയ ഗ്രന്ഥമാണ്. ഈ കണ്ട പോലെയല്ല. കാരണം അതിനകത്തുള്ള അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇത്തിരി പ്രായം ചെന്നാൽ വല്ല ഈ കണ്ണട മതിയാവില്ല, പിന്നെ വളരെ ലെൻസൊക്കെയും വെക്കേണ്ട വരും. എങ്കിലത് ചെറിയൊരു 1000 പേജിൽ ഒതുക്കിയിരിക്കുകയാണ്. അത് ഞാനൊരു 100 ആവർത്തി എന്ന് പറയാം. 100 ആവർത്തി എന്ന് പറയുമ്പോൾ ഒരു എക്സാജറേറ്റ് ചെയ്ത് പറയണമെന്ന് മാത്രം. ഞാൻ വീണ്ടും വീണ്ടും വായിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു പുസ്തകം അതിൻ്റെ ചട്ടയ്ക്കും പിന്നിപ്പോയി 2ാമത് വാങ്ങിച്ചു. ആ ചട്ട പിന്നിപ്പോയത് ഇവിടെയുണ്ട്. 3ാമതും വാങ്ങിച്ചു. ഇസ്ലാമിലെ മോക്ഷ സിദ്ധാന്തം C.H. മുസ്തഫ മൗലവി എഴുതിയതാണ്. ഖുറാൻ മലയാള ഭാഷാന്തരം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, വാണിദാസ് എളയാവൂര്. ഖുറാനിലെ കഥ
പാഠങ്ങൾ, കെ മുഹമ്മദ് മദനി. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് പറയണമെന്ന് വിചാരിച്ചതാണ്. കാരണം ജനങ്ങളുടെ ഇടയിലേക്ക്, പ്രത്യേകിച്ചും ഇസ്ലാമിന് അപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളിലേക്ക് ചില ആളുകൾ പറയാ, അത് വൃത്തികെട്ട ഗ്രന്ഥം, എന്നാൽ അതെനിക്കൊന്ന് വായിച്ചു നോക്കണം എന്നല്ല വിചാരിക്കുക. അപ്പൊ അവരും പറയും, അതൊരു വൃത്തികെട്ട ഗ്രന്ഥം. ഇതിങ്ങനെ പറഞ്ഞ് പല സത്യങ്ങളെയും നുണകളാക്കിയും പല നുണകളെയും സത്യങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കുള്ളൊരു മറുപടി കൂടിയാണത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഗ്രന്ഥങ്ങൾ അത് 10 എണ്ണമാണെങ്കിൽ 20 മറ്റു പല സ്ഥലങ്ങളിൽ ഇരിക്കുന്നുണ്ട്. തൃശ്ശൂരിലിരിക്കുന്നുണ്ട്, ഗൾഫിൽ എൻ്റെ ഒരു സുഹൃത്ത് റഹീമിൻ്റെ കയ്യിൽ ഒരു 10-40 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചിട്ടുള്ളതാണ്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഒരു ഹിന്ദു സന്യാസി ഖുർആൻ വായിക്കുന്നു. സിദ്ദിഖുൽ അക്ബർ ഖലീഫയെക്കുറിച്ച്, ആദ്യത്തെ നബി തിരുമേനിക്ക് ശേഷം ആദ്യത്തെ ഖലീഫയെക്കുറിച്ച് EN ഇബ്രാഹിം എഴുതിയതാണ്. കാരൻ ആംസ്ട്രോങ് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്, അതിൻ്റെ വിവർത്തനമാണ് AP കുഞ്ഞാമു മുഹമ്മദ് എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഖലീഫ ഉസ്മാനെ കുറിച്ച് പ്രൊഫസർ KP കമാലുദ്ദീൻ. 4ാം ഖലീഫ അലി, പ്രൊഫസർ മൗസൂദുൽ ഹസൻ എഴുതിയതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം, അലി അബ്ദുൾ റസാഖ് മദനി. റബിയുൽ അവൽ ഹുസൈൻ കടന്നമണ്ണ പ്രവാചക ജീവിതത്തെക്കുറിച്ച് ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിക് വായന, വദ്ദാഹ് ഖൻഫർ എഴുതിയതാണ്, അതിന് വിവർത്തനമാണ്. മക്കയിലേക്കുള്ള പാത, ഇത് മിക്ക കേരളത്തിലെ മുസ്ലിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമായിരിക്കും. പ്രശസ്തനായിട്ടുള്ള MN കാരശ്ശേരി മാഷാണ് എഴുതിയിട്ടുള്ളത്. അത് വായിക്കുന്ന സമയത്ത് നമ്മൾ അതിനോടൊപ്പം നീങ്ങുന്ന പോലെ തോന്നും, മക്കയിലെത്തിയ പോലെ തോന്നും. മുഹമ്മദ് നബി ബഹുമതസ്ഥർക്കിടയിൽ, റാഗിബ് അസർജാനി. ഖുറാനിക ആശയങ്ങളുടെ കാവ്യാവിഷ്കാരം, അമൃതവാണി, KG രാഘവൻ നായർ എഴുതിയതാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ആദ്യം താമസിച്ചിരുന്നത് വാടകയ്ക്ക്. ഇത്രയും ഗ്രന്ഥങ്ങൾ അവിടെയും ഇരിക്കുന്നുണ്ട്. ഖദീജ ബീവി, തിരുനബിയുടെ പ്രഭാവലയത്തിൽ, BK ജലീൽ എഴുതിയതാണ്. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങള് സന്യാസിമാർ എഴുതിയതുണ്ട്, ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ എഴുതിയതുണ്ട്. പക്ഷെ അതിൽ ഇല്ലാത്തൊരു സാധനമുണ്ട്. ശാഖയിലെ ഖുറാൻ അങ്ങനൊന്നുണ്ടോ എനിക്കറിയില്ല, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരത് വായിച്ചപ്പോൾ, അല്ലെങ്കിൽ കുറുവടികൾ, സംഗീകുട്ടപ്പന്മാർ അവർ വായിച്ച സമയത്ത് അതങ്ങനെയാണ്. പണ്ട് ബോംബെയിൽ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. ബോംബെയിൽ, അന്ന് ബോംബെ അല്ല, ബോംബെ വളരെ അകലെയാ. ഇപ്പം അമേരിക്ക പോലും അടുത്തായി കഴിഞ്ഞു. അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കൂട്ടുകാർ ചോദിക്കുത്രേ, നീ റെഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ടോ? പിന്നെ അവർക്ക് അതാണ് അവരുടെ സംസ്കാരം, അവർക്ക് അതേ അറിയണ്ടു. ഇതുപോലെ തന്നെ
ഒരു കുടുംബത്തിൽ, ഒരു ക്രിസ്ത്യൻ കുടുംബമാണ്, അവര് എല്ലാവരും കൂടി ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് 4 കൂട്ടം പ്രഥമനൊക്കെ ആയിട്ട് സാമ്പാർ, എരിശ്ശേരി, പപ്പടം, പുളിശ്ശേരി, പച്ചടി, കിച്ചടിക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം അടുത്ത വീട്ടിലൊരു ദഹനക്കാരൻ നായരെ വിളിച്ചു വരുത്തി അതൊക്കെ ഉണ്ടാക്കി തൂശനിലയിൽ കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ വീണ്ടും മുപ്പുറയിൽ പന്നികളെ വളർത്തുന്നുണ്ട്. പന്നികളുടെ ആഹാരം എന്താ, പ്രധാനപ്പെട്ട ആഹാരം എന്താണെന്നുള്ള പറയേണ്ട ആവശ്യമില്ലല്ലോ. വിസർജിക്കുന്ന മലം അവർ തിന്നും, അവർക്ക് ഇഷ്ടമാണത്. ആരോ പറഞ്ഞു, നമ്മൾ ഇത്രയും നല്ല ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ആ പന്നിക്കൂട്ടരെ കൂടി വിളിക്കേണ്ടതല്ലേ? വിളിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും ആഹാരം കഴിക്കുമ്പോൾ അങ്ങേയറ്റത്തിൽ ഇലയിട്ടിട്ട് ആ പന്നി അഴിച്ചു വിട്ടു. പന്നി വന്ന് എല്ലാം മണപ്പിച്ച് ചോദിക്കും. 4 കൂട്ടം പ്രഥമനും സാമ്പാറും പച്ചടിയും കിച്ചടിയും എരിശ്ശേരിയും പുളിശ്ശേരിയും പപ്പടവും എല്ലാം മണപ്പിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ, എനിക്കിതൊന്നും വേണ്ട, നിങ്ങളിത് നന്നായിട്ട് കഴിക്കുക, എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങോട്ട് വാ, എനിക്ക് അത് മതി എന്ന്. പന്നിക്ക് വിസർജ്യം മതി. ആയതുകൊണ്ട് ഇത്ര ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് എനിക്കതിനകത്ത് സഭയ്ക്ക് കൊള്ളാത്ത അസഭ്യമായിട്ടൊരു കാര്യം കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ പന്നിക്കുട്ടന്മാർ, 2 കാൽമേൽ നടക്കുന്ന മനുഷ്യന്റെ രൂപമുള്ള ഈ മൃഗങ്ങൾ, ഈ പന്നികൾ, അവർക്കതിൽ അസഭ്യം മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ എന്ന്. അതിൽ പെട്ട ഒരാളാണ് യതി നരസിംഹാനന്ദ. മുമ്പിലുള്ള ആൾക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ കാണിക്കുന്ന വൃത്തികേടുകൾ അയാളിൽ തന്നെ അവരോധിക്കുകയാണ്, മറ്റുള്ളവരെന്ന് അയാൾ അറിയുന്നില്ല. ഏതായാലും പ്രശ്നം രൂക്ഷമായി, കലാപം പടർന്നു കയറി, അയാളെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ദക്ഷിണേന്ത്യയിൽ, കേരളത്തിലടക്കമുള്ള ദക്ഷിണേന്ത്യയിൽ, തമിഴ്നാട്ടിലാണെങ്കിൽ അതേ സമയത്ത് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യല്ല ചെയ്യുക. അയാളെ എന്നേക്കുമായിട്ടിങ്ങനെ മൂട്ടിൽ വാണം വെച്ചിട്ട് മേലോട്ട് വിടും, പിന്നെ താഴോട്ട് വരവുണ്ടാവില്ല. ഞാനിത് പറയുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ നരസിംഹാനന്ദയുടെ സ്പോൺസർമാർ ആരാണ്? സംഘപരിവാറുകാർ. അവർക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ LDFും UDFും മുസ്ലിം ലീഗും എല്ലാം. റെഡ് കാർപ്പറ്റ് വിരിച്ചോട്ടെ, അവർ വരട്ടെ. അതാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കണം. അവർ വന്നോട്ടെ, ഞങ്ങളുടെ തലതല്ലി പൊളിച്ചോട്ടെ, ഞങ്ങളെ നാണം കെടുത്തിക്കോട്ടെ, ഞങ്ങളുടെ മാനം കളഞ്ഞോട്ടെ, ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് ഈ രീതിയിൽ വൈകൃതാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചോട്ടെ, അതും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അത്രയും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാക്കേണ്ടി വരില്ല. ആരോ പറഞ്ഞ തലയ്ക്ക് വട്ടളകി ഇങ്ങനെ പിടിച്ച് നടക്കേണ്ടി വരും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും വരാതിരിക്കട്ടെ. ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പതുക്കെ പതുക്കെ ഈ ഇസ്ലാം വിദ്വേഷത്തിൽ നിന്ന് സന്യാസിമാരടക്കമുള്ള ആൾക്കാർ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളും മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ യതി നരസിംഹാനന്ദക്കെതിരെ വലിയ രൂപത്തിൽ പ്രക്ഷോഭം നടത്തിയവരിൽ ഹിന്ദുക്കൾ ഉൾപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളും ഉൾപ്പെടുന്നുണ്ട്. അത് നല്ലൊരു ലക്ഷണമാണ്. നമസ്കാരം.